നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ന്യൂ ഇന്ത്യ ക്യാൻസർ ഗാർഡ് എന്നൊരു ഇൻഷുറൻസ് പ്ലാനിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ചില പോളിസി വിവരങ്ങൾ വെച്ചാണ് നമ്മളിത് നോക്കുന്നത്. ഇതിന്റെ ഗുണങ്ങൾ, അതായത് ഇതെങ്ങനെ ഉപകാരപ്പെടും എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് പറയാനാണ് ശ്രമിക്കുന്നത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഏറ്റവും വേണ്ട കാര്യങ്ങൾ, അല്ലേ? അതെ അതെ. ക്യാൻസർ ചികിത്സ എന്ന് കേൾക്കുമ്പോഴുള്ളൊരു സാമ്പത്തിക ഭയമുണ്ടല്ലോ. അതിനൊരു സപ്പോർട്ട് എങ്ങനെ ഈ പോളിസി തരുന്നു, എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നല്ല വശങ്ങൾ, അതാണ് നമ്മൾ നോക്കുന്നത്. ആ, അത് നന്നായി. അപ്പൊ തുടങ്ങാല്ലേ? എന്താണ് ശരിക്കും ഈ ന്യൂ ഇന്ത്യ ക്യാൻസർ ഗാർഡ് പോളിസി എന്ന് പറഞ്ഞാൽ? ഇത് പറയുന്ന പോലെ തന്നെ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ്. അതായത് ഒരാൾക്ക് ഈ പോളിസി എടുത്ത ശേഷം ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചാൽ ആ ചികിത്സയ്ക്ക് വരുന്ന വലിയ ചെലവുണ്ടല്ലോ. ഭയങ്കര ചെലവായിരിക്കും. അതെ, ആ സാമ്പത്തിക ഭാരത്തിനൊരു സംരക്ഷണം കൊടുക്കുക, അതാണ് ഇതിന്റെ മെയിൻ കാര്യം. ഇത് ശരിക്കും ഒരു സേഫ്റ്റി നെറ്റ് പോലെയാണ്, ക്യാൻസറിന് വേണ്ടി മാത്രം. പിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ചികിത്സ, അതായത് ഇൻപേഷ്യന്റ്, അതിനും കിട്ടും. ഇനിയിപ്പോൾ അഡ്മിറ്റ് ആവാതെ പുറത്തുനിന്ന് ചെയ്യുന്ന ചികിത്സകളില്ലേ, ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ ഡേ കെയർ പ്രൊസീജിയർ, അത്തരം ചികിത്സകൾക്കും ഇത് സഹായകമാവും. ഓഹോ, അപ്പൊ ഇത് ആർക്കൊക്കെ എടുക്കാൻ പറ്റും? പ്രായം ഒരു പ്രശ്നമാണോ? ഇല്ല, പ്രായത്തിന്റെ കാര്യത്തിൽ വലിയൊരു റേഞ്ച് ഉണ്ട്. അതായത് 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞു മുതൽ. ഓഹോ, 3 മാസമോ? അത്ര ചെറിയ കുട്ടിക്ക് മുതല്? അതെ, 3 മാസം പ്രായമുള്ള കുട്ടി മുതൽ 65 വയസ്സുള്ള ഒരാൾക്ക് വരെ ഈ പോളിസിയിൽ ചേരാം. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ ഒരിതുണ്ട്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇതെടുക്കണമെങ്കിൽ അവരുടെ പേരൻസിൽ ആരെങ്കിലും ഒരാൾ, അച്ഛനോ അമ്മയോ, ഇതേ പോളിസി എടുത്തിരിക്കണം. ശരി. അതുപോലെ 18 തൊട്ട് 25 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾ, അവർക്ക് സ്വന്തമായ വരുമാനമൊന്നുമില്ല, പേരൻസിനെ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അവരെയും ഇതിൽ ചേർക്കാം. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഇതിൽ ഉൾപ്പെടുത്താം. ഫാമിലി എന്ന് പറയുമ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, അച്ഛനമ്മമാർ, പിന്നെ നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന മറ്റു ബന്ധുക്കളുണ്ടെങ്കിൽ അവരെയും. അങ്ങനെ എല്ലാവരെയും ഒരു പോളിസിയിൽ കൊണ്ടുവരാം. ഓരോരുത്തർക്കും അവരവരുടെ പേരിൽ ഒരു സം ഇൻഷുർഡ്, അതായത് ഇൻഷുറൻസ് തുക ഉണ്ടാവും. ഓ, അത് കൊള്ളാം. ഫാമിലിക്ക് മൊത്തത്തിലൊരു കവറേജ് കിട്ടും. അപ്പൊ ഈ പറയുന്ന സം ഇൻഷുർഡ്, അതായത് എത്ര രൂപയുടെ കവറേജ് കിട്ടും? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പല ലെവലിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു 5 ലക്ഷം രൂപ മുതൽ തുടങ്ങും. 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 25 ലക്ഷം, പിന്നെ 50 ലക്ഷം രൂപ വരെ. ഓക്കെ. ഇതിലെ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷേ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ആദ്യമായിട്ട് പോളിസി എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രായമനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന മാക്സിമം തുകയിൽ വ്യത്യാസമുണ്ടാവാം. അതെങ്ങനെയാണ്? ഇപ്പോ നിങ്ങൾക്ക് 50 വയസ്സോ അതിൽ താഴെയോ ആണെങ്കിൽ ഈ പറഞ്ഞ 5 ഓപ്ഷനും 5 ലക്ഷം തൊട്ട് 50 ലക്ഷം വരെ നിങ്ങൾക്കെടുക്കാം, ഒരു പ്രശ്നവുമില്ല. എന്നാൽ പ്രായം കുറച്ചുകൂടി ഒരു 61നും 65നും ഇടയിലാണെങ്കിൽ പുതിയ പോളിസി എടുക്കുമ്പോൾ 5 ലക്ഷത്തിന്റെ ഓപ്ഷനേ കിട്ടൂ. ഓഹോ, തുടക്കത്തിൽ? അതെ, തുടക്കത്തിൽ. പക്ഷേ ഇവിടെ ഒരു നല്ല കാര്യമുണ്ട്. നിങ്ങൾ ഒരിക്കലൊരു സം ഇൻഷുർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും അതേ തുകയിൽ തന്നെ പുതുക്കിക്കൊണ്ടുപോകാം. പ്രായം കൂടിയാലും പ്രശ്നമില്ല. ഇൻഷുറൻസ് തുക പിന്നീട് കൂട്ടാൻ വല്ല വഴിയുമുണ്ടോ? ചികിത്സാ ചെലവൊക്കെ കൂടുകയാണെങ്കിൽ? അതിനും ഓപ്ഷനുണ്ട്. പോളിസി റിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സം ഇൻഷുർഡ് കൂട്ടണമെന്ന് തോന്നിയാൽ അപേക്ഷിക്കാം. കമ്പനിയുടെ അന്നത്തെ റൂൾസ് അനുസരിച്ച് അത് ചിലപ്പോൾ അനുവദിച്ചു കിട്ടും. അതുകൊണ്ട് ചികിത്സാ ചെലവ് കൂടിയാലും ഒരു പരിധിവരെ സമാളിക്കാൻ പറ്റിയേക്കും. പക്ഷേ സാധാരണയായി 60 വയസ്സ് കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ഓൾറെഡി ക്യാൻസർ വന്നവർക്കോ ഈ തുക കൂട്ടാൻ പറ്റാറില്ല. അത് ശ്രദ്ധിക്കണം. ശരി. ഇനി ചികിത്സയുടെ കാര്യത്തിലേക്ക് വരാം. ക്യാൻസർ ചികിത്സയിൽ പലതരം ട്രീറ്റ്മെന്റ്സ് ഉണ്ടല്ലോ. ഈ പോളിസിയിൽ ഏതൊക്കെയാണ് കവർ ചെയ്യുന്നത്? കീമോ, റേഡിയേഷനൊക്കെ ഇതിൽ വരുമോ? വരും, തീർച്ചയായും. അതാണിതിന്റെ വലിയൊരു ഗുണം. പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ ക്യാൻസർ ചികിത്സാ രീതികളും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ കേൾക്കുന്ന കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, അതായത് റേഡിയേഷൻ കൊടുക്കുന്നത്, പിന്നെ ക്യാൻസർ കാരണം വേണ്ടിവരുന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ഓങ്കോസർജറി. ഓങ്കോസർജറി എന്ന് വെച്ചാൽ? അതായത് ക്യാൻസർ ബാധിച്ച ട്യൂമറോ മറ്റോ സർജറിയിലൂടെ എടുത്തുമാറ്റുന്നത്. അതെല്ലാം ഇതിലുണ്ട്. അതുകൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സ് ഇല്ലേ, അതാണ് അറിയുന്നത്. അതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രോട്ടോൺ ട്രീറ്റ്മെന്റ്, അതൊരു തരം അഡ്വാൻസ്ഡ് റേഡിയേഷനാണ്. പിന്നെ പേഴ്സണലൈസ്ഡ് തെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി, ഇതൊക്കെ പുതിയ ചികിത്സാ രീതികളാണ്. ഓക്കെ, ഇമ്മ്യൂണോ തെറാപ്പിയൊക്കെ ഇപ്പോൾ ഒരുപാട് കേൾക്കുന്നതാണ്. അതെ, അതെല്ലാം കവേർഡാണ്. പിന്നെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അതും ഇതിന്റെ പരിധിയിൽ വരും.
ചുരുക്കി പറഞ്ഞാൽ പ്രധാനപ്പെട്ടതും പുതിയതുമായ ഒട്ടുമിക്ക ചികിത്സകൾക്കും ഇതിൽ കവറേജ് ഉണ്ട്. അത് വലിയൊരു ആശ്വാസമാണ്, പ്രത്യേകിച്ചും ഈ പുതിയ ചികിത്സകൾക്ക് നല്ല ചെലവ് വരുമല്ലോ. ഇനി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ എന്തൊക്കെ ചിലവുകളാണ് ഈ പോളിസി കവർ ചെയ്യുന്നത്? റൂം വാടക, ഡോക്ടർ ഫീ, ടെസ്റ്റ്, അങ്ങനെ എന്തൊക്കെ കിട്ടും? അതും വിശദമായിട്ട് പറയാം. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും റൂം വാടക. നിങ്ങളെടുത്ത പോളിസി തുക അനുസരിച്ച് സിംഗിൾ AC റൂം അല്ലെങ്കിൽ ഡീലക്സ് റൂം വരെ കിട്ടും. ഓക്കെ, തുക അനുസരിച്ച് മാറുമല്ലേ? അതെ, 5, 10, 15 ലക്ഷം പോളിസിക്ക് സിംഗിൾ AC റൂം, 25-50 ലക്ഷമാണെങ്കിൽ ഡീലക്സ് റൂം. പിന്നെ ICU ചാർജ്, അത് ആക്ച്വൽ എത്രയാണോ ആയത് അത് കിട്ടും, ലിമിറ്റില്ല. ശരി. ബ്ലഡ്, ഓക്സിജൻ, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, മരുന്നുകൾ, ഡയാലിസിസ്, കീമോ, റേഡിയോതെറാപ്പി, ഇവയുടെ എല്ലാം ചിലവ്. ടെസ്റ്റുകൾക്കോ? ലാബ് ടെസ്റ്റ്, എക്സ്റേ? അതും ഉൾപ്പെടും. ലാബ് ടെസ്റ്റ്, എക്സ്റേ പോലുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, പിന്നെ സർജറി സമയത്ത് വയ്ക്കുന്ന കൃത്രിമ അവയവങ്ങൾ പോലെയുള്ളവ, പ്രോസ്തറ്റിക് ഡിവൈസ്, അതിൻ്റെ ചെലവും കിട്ടും. വേറൊരു പ്രധാന കാര്യം, ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതിന് 30 ദിവസം മുൻപ് വരെയുള്ള ചിലവുകൾ. ഓ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ. അതെ, അതും ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് 60 ദിവസം വരെയുള്ള തുടർ ചികിത്സാ ചിലവുകളും, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. പക്ഷേ അതെല്ലാം ഈ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടതായിരിക്കണമെന്ന് മാത്രം. ഓക്കെ. പിന്നെ ആംബുലൻസ് ചാർജ്, ഓരോ തവണ അഡ്മിറ്റ് ആകുമ്പോഴും 3000 രൂപ വരെ കിട്ടും. ഇനി അവയവം മാറ്റിവെക്കേണ്ടി വന്നാൽ ഡോണറുടെ ആശുപത്രി ചെലവുകൾക്കും കവറേജ് ഉണ്ട്. പക്ഷെ അവയവത്തിന്റെ വില കിട്ടില്ല. അത് ശരി. അതുപോലെ ക്യാൻസർ സർജറി കാരണം ശരീരഭാഗങ്ങൾക്ക് കേടുപാടുകൾ വന്നാൽ അത് ശരിയാക്കാനുള്ള റീകൺസ്ട്രക്റ്റീവ് സർജറിയുടെ ചെലവും കവർ ചെയ്യും. ഒരു കാര്യം കൂടി, ചികിത്സയൊക്കെ കഴിഞ്ഞ് രോഗമില്ല എന്ന് ഡോക്ടർ ഉറപ്പു പറഞ്ഞതിന് ശേഷം കുറഞ്ഞത് 6 മാസം കഴിയണം. പിന്നെ ചെയ്യുന്ന ചെക്കപ്പുകൾക്ക് 1 വർഷം 10,000 രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓഹോ. പിന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ, അതായത് ഒരു സർജറി വേണമെന്നൊരു ഡോക്ടർ പറഞ്ഞാൽ വേറൊരു ഡോക്ടറെ കൂടി കാണിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസും കിട്ടും. ഒരു 5,000 അല്ലെങ്കിൽ 10,000 രൂപ വരെ, പോളിസി തുക അനുസരിച്ച്. കൊള്ളാം, ഇത്രയധികം കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ടല്ലേ. ഈ സാധാരണ ചികിത്സാ ചെലവുകളല്ലാതെ എന്തെങ്കിലും സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ഈ പോളിസിക്ക് മാത്രമായിട്ടുണ്ടോ? ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് ഈ പോളിസിയുടെ ഒരു ഹൈലൈറ്റ് ആണ്. ഒന്നാമത്തേത് ക്യാൻസർ കെയർ ബെനിഫിറ്റ്. അതെന്താണ്? നിങ്ങൾ പോളിസി എടുത്ത ശേഷം ആദ്യമായിട്ട് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത് സ്റ്റേജ് 4, അതായത് അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങളുടെ സം ഇൻഷ്വർഡിന്റെ 50% എക്സ്ട്രാ കിട്ടും. ഓ, അതായത് 10 ലക്ഷത്തിന്റെ പോളിസിയാണെങ്കിൽ 5 ലക്ഷം കൂടി കിട്ടും. അതെ, കറക്റ്റ്. ഇത് ചികിത്സാ ചെലവിന് പുറമെ കിട്ടുന്ന ഒരു ലംസമാണ്. ഇത് ലൈഫിൽ ഒരിക്കലേ കിട്ടൂ. ഇത് വലിയൊരു സഹായമാണ് ആ സമയത്ത്. രണ്ടാമത്തെ ബെനിഫിറ്റാണ് ക്യുമുലേറ്റീവ് ബോണസ്. ബോണസോ? അതെങ്ങനെയാ? നിങ്ങൾ ഒരു വർഷം പോളിസിയിൽ നിന്ന് ക്ലെയിം ഒന്നും എടുത്തില്ല എന്ന് വെക്കാം. അപ്പോ അടുത്ത വർഷം നിങ്ങളുടെ ബേസിക് സം ഇൻഷ്വർഡ് 10% കൂടും, ഒരു റിവാർഡ് പോലെ. ഓഹോ. ഇങ്ങനെ ഓരോ ക്ലെയിം ഫ്രീ വർഷവും 10% വെച്ച് കൂടിക്കൂടി വരും. ഇത് മാക്സിമം നിങ്ങളുടെ ബേസിക് സം ഇൻഷ്വർഡിന്റെ 50% വരെ കൂടാം. അതായത് 10 ലക്ഷത്തിന്റെ പോളിസിയാണെങ്കിൽ 15 ലക്ഷം വരെ ആവാം. അതെ, 5 വർഷം തുടർച്ചയായി ക്ലെയിം ഇല്ലെങ്കിൽ 15 ലക്ഷത്തിന്റെ കവറേജ് കിട്ടും, പ്രീമിയം കൂടാതെ തന്നെ. ഇത് കൊള്ളാമല്ലോ. അപ്പൊ ക്ലെയിം വന്നാലോ? ക്ലെയിം വന്നാൽ ആ വർഷം അതുവരെ കിട്ടിയ ബോണസിൽ നിന്ന് ഒരു 10% കുറയും. പക്ഷെ നിങ്ങളുടെ ഒറിജിനൽ സം ഇൻഷ്വർഡ് ഒരിക്കലും കുറയില്ല. ഓക്കെ, അത് നന്നായി. ഈ ക്യുമുലേറ്റീവ് ബോണസ് നല്ലൊരു ഫീച്ചറാണ്. ഇനി ഈ പോളിസി എടുക്കാനുള്ള പ്രൊസീജിയർ എളുപ്പമാണോ? മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ വേണ്ടിവരുമോ? ഇല്ല, അതാണ് ഇതിന്റെ മറ്റൊരു സൗകര്യം. ഈ പോളിസി എടുക്കാൻ സാധാരണയായി മെഡിക്കൽ ടെസ്റ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏതു പ്രായക്കാർക്കും? അതെ, ഏതു പ്രായക്കാർക്കും മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ തന്നെ സാധാരണയായി ഈ പോളിസി എടുക്കാം. അത് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കുന്നുണ്ട്. അത് ശരിയാണ്. ഇനിയിപ്പോ പോളിസി എടുത്ത ഉടനെ ക്യാൻസർ വന്നാൽ കവറേജ് കിട്ടുമോ? അതോ വല്ല വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ ആദ്യമായിട്ട് ഈ പോളിസി എടുക്കുമ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പോളിസി സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 90 ദിവസത്തിനുള്ളിലാണ് ക്യാൻസർ കണ്ടുപിടിക്കുന്നതെങ്കിൽ ക്ലെയിം കിട്ടില്ല. ഓഹോ, 90 ദിവസം, 3 മാസം. അതെ, അങ്ങനെ വന്നാൽ പോളിസി ക്യാൻസൽ ആവുകയും നിങ്ങളടച്ച പ്രീമിയം മുഴുവനായി തിരിച്ചു തരികയും ചെയ്യും. ഈ 90 ദിവസം കഴിഞ്ഞതിന് ശേഷം ക്യാൻസർ വന്നാലേ ക്ലെയിം കിട്ടൂ. ഇത് ആദ്യത്തെ വർഷം മാത്രമാണോ? അതെ, ആദ്യമായി പോളിസി എടുക്കുമ്പോൾ മാത്രം. നിങ്ങൾ എല്ലാ വർഷവും കറക്റ്റായിട്ട് പുതുക്കുകയാണെങ്കിൽ പിന്നീട് ഈ 90 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവില്ല. പിന്നെ വേറൊരു കണ്ടീഷൻ ഉള്ളത് പ്രീ എക്സിസ്റ്റിംഗ് ക്യാൻസർ. അതായത്
പോളിസി എടുക്കുന്നതിന് മുൻപേ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നെങ്കിൽ ആ അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള ചികിത്സയ്ക്ക് ഈ പോളിസിയിൽ കവറേജ് കിട്ടില്ല. ഇത് പുതിയതായി വരുന്ന ക്യാൻസറിനുള്ള പരിരക്ഷയാണ്. ഓക്കെ, ആ വ്യവസ്ഥകൾ മനസ്സിലായി. ഇനി മറ്റു ചില കാര്യങ്ങൾ. പോളിസി പുതുക്കുന്ന കാര്യം, ടാക്സ് ബെനിഫിറ്റ് വല്ലതും, ക്ലെയിം ചെയ്യുന്ന രീതി, അതൊക്കെ എങ്ങനെയാണ്? പറയാം. പോളിസി ഒരു വർഷത്തേക്കാണ്. എല്ലാ വർഷവും റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യാൻ വൈകിയാലോ? അതിനൊരു ഗ്രേസ് പീരീഡ് ഉണ്ട്. ഡേറ്റ് കഴിഞ്ഞാലും 30 ദിവസം കൂടി സമയം കിട്ടും പ്രീമിയം അടയ്ക്കാൻ. പക്ഷേ ആ 30 ദിവസത്തിനുള്ളിൽ അസുഖം വന്നാൽ ക്ലെയിം കിട്ടില്ല. അതുകൊണ്ട് ഡേറ്റിന് മുൻപ് തന്നെ പുതുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ശരി. പിന്നെ ഫ്രീ ലുക്ക് പീരീഡ് എന്നൊന്നുണ്ട്. പോളിസി കിട്ടി 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കിത് വേണ്ടാന്ന് തോന്നിയാൽ, ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോളിസി തിരിച്ചുകൊടുത്ത് പൈസ തിരികെ വാങ്ങാം. ചെറിയൊരു തുക പിടിച്ചിട്ടാണെങ്കിലും. ഓക്കെ. ടാക്സ് ബെനിഫിറ്റ് എന്തെങ്കിലും? ഉണ്ട്. ഇതിനടയ്ക്കുന്ന പ്രീമിയത്തിന് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 80D അനുസരിച്ച് ടാക്സ് ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ക്യാഷായിട്ട് പ്രീമിയം അടച്ചാൽ കിട്ടില്ല. ചെക്ക്, ഓൺലൈൻ ഒക്കെ ആയിരിക്കണം. റൈറ്റ്. ക്ലെയിം ചെയ്യുന്നതോ ക്യാഷ്ലെസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. 2 രീതിയുണ്ട്. ഒന്ന് ക്യാഷ്ലെസ്. കമ്പനിക്ക് ടൈഅപ്പുള്ള ഹോസ്പിറ്റലുകളുണ്ട്, നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ്. അവിടെയാണ് ചികിത്സയെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വരില്ല. അഡ്മിറ്റ് ആകുമ്പോൾ പോളിസി ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. കമ്പനി നേരിട്ട് ഹോസ്പിറ്റലിൽ പേ ചെയ്തോളും. ഇത് TPA വഴിയായിരിക്കും സാധാരണ നടക്കുക. TPA? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, ക്ലെയിം പ്രോസസ് ചെയ്യുന്ന ഏജൻസി. ഓ ഓക്കെ. ഇനി നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ? അപ്പോൾ റീഇംബേഴ്സ്മെന്റ് ആണ്. നിങ്ങൾ ആദ്യം സ്വന്തം കയ്യിൽ നിന്ന് പൈസ അടയ്ക്കണം. എന്നിട്ട് ഡിസ്ചാർജ് ആയ ശേഷം ബില്ലും ഡോക്യുമെന്റ്സുമെല്ലാം കമ്പനിക്ക് കൊടുക്കണം. അവർ അത് വെരിഫൈ ചെയ്ത് അർഹമായ തുക നിങ്ങൾക്ക് തിരിച്ചുതരും. ശരി. അപ്പോൾ ഈ ന്യൂ ഇന്ത്യ ക്യാൻസർ കാർഡ് പോളിസിയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഒരുപാട് ചികിത്സകൾ കവർ ചെയ്യുന്നുണ്ട്, പുതിയ ടെക്നോളജികൾ വരെ. റൂം വാടക, ICU, ഡോക്ടർ ഫീ, അങ്ങനെ മിക്കവാറും ചെലവുകൾക്കെല്ലാം പരിരക്ഷയുണ്ട്. അതെ. അതോടൊപ്പം ക്യാൻസർ കെയർ ബെനിഫിറ്റ്, സ്റ്റേജ് 4 വന്നാൽ കിട്ടുന്ന അധിക തുക, പിന്നെ ക്ലെയിം ഇല്ലെങ്കിൽ കവറേജ് കൂടുന്ന ക്യുമുലേറ്റീവ് ബോണസ്, ഇതൊക്കെ ഇതിനെ ശരിക്കും ആകർഷകമാക്കുന്നുണ്ട്. മെഡിക്കൽ ടെസ്റ്റ് ഇല്ലാതെ എടുക്കാമെന്നതും പ്രായമായാലും റിന്യൂ ചെയ്യാമെന്നതും വലിയ കാര്യമാണ്. എല്ലാം കൂടി നോക്കുമ്പോൾ ക്യാൻസർ ചികിത്സയുടെ സമയത്തെ ആ ഒരു സാമ്പത്തിക ടെൻഷൻ കുറയ്ക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ശരിയാണ്. പ്രതീക്ഷിക്കാതെ ഒരു അസുഖം വരുമ്പോൾ ചികിത്സയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് പൈസയുടെ കാര്യം ഓർത്തു പേടിക്കാതെ ഇരിക്കുമ്പോഴാണ്. ആ ഒരു മനസ്സമാധാനം വലുതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളിപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സും ഫീച്ചേഴ്സും ഒക്കെയാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ നല്ലതാണ്. എന്നാലും ഏത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുൻപും അതിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, അതായത് പോളിസി വേർഡിങ്സ്, ബ്രോഷറൊക്കെ നന്നായി വായിച്ചു മനസ്സിലാക്കണം. എല്ലാ കണ്ടീഷൻസും അറിയണം. അത് വളരെ പ്രധാനമാണ്. ഓരോരുത്തരുടെയും ആവശ്യം വ്യത്യാസപ്പെട്ടിരിക്കും. കൂടുതൽ വിവരങ്ങൾ എവിടെ കിട്ടും? ന്യൂ ഇന്ത്യ അഷ്യൂറൻസിന്റെ വെബ്സൈറ്റിൽ www.newindia.co.in-ൽ ഇതിന്റെ ബ്രോഷർ, പോളിസി വേർഡിങ്സ്, പ്രോസ്പെക്ടസ് ഒക്കെ ലഭ്യമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് സെക്ഷനിൽ നോക്കിയാൽ മതി. എന്തെങ്കിലും പരാതികളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസും വെബ്സൈറ്റിലും പോളിസി ഡോക്യുമെന്റിലും ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഈ പോളിസിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു പേഴ്സണൽ സിറ്റുവേഷനിൽ ഏത് പ്ലാനാണ് നല്ലത്, എത്ര സം ഇൻഷുർഡ് വേണം എന്നൊക്കെ തീരുമാനിക്കാനൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ ഒരു സർട്ടിഫൈഡ് അഡ്വൈസറുമായി സംസാരിക്കാവുന്നതാണ്. അദ്ദേഹത്തെ വിളിക്കാനുള്ള നമ്പർ ഞാൻ പറയാം: 9846189371. ഒന്നുകൂടി പറയാം: 9846189371. അദ്ദേഹത്തിന് നിങ്ങളെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ സാധിക്കും. ശരിയാണ്. ഒരു ഇൻഡിവിജ്വൽ അഡ്വൈസിന് ഒരു സർട്ടിഫൈഡ് അഡ്വൈസറെ കോൺടാക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അവർക്ക് നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ പറഞ്ഞുതരാൻ കഴിയും. അതെ. ഇന്നത്തെ ഈ ചർച്ച ന്യൂ ഇന്ത്യ ക്യാൻസർ കാർഡ് പോളിസിയുടെ ഗുണങ്ങളെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ തന്നു എന്ന് വിശ്വസിക്കുന്നു. ഭാവിയിലൊരു തീരുമാനമെടുക്കേണ്ടി വന്നാൽ ഈ അറിവ് ഉപകാരപ്പെടട്ടെ. എന്തായാലും ഈ ചർച്ച നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.